നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ടൊറന്റോയിലും തെക്കൻ ഓന്റാരിയോയിലുടനീളമുള്ള മറ്റ് പല പ്രദേശങ്ങളിലും അടുത്ത 24 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ അധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. ഇസ്രായേൽ വിരുദ്ധ പ്രകടനത്തിന് കുട്ടികളെ പ്രേരിപ്പിച്ച അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാക്കുമെന്ന് ഓന്റാരിയോ വിദ്യാഭ്യാസ മന്ത്രി ജിൽ ഡൺലപ്പ് തീർത്തും വിദ്വേഷജനകവും വെറുക്കപ്പെടേണ്ടതുമായ പ്രത്യയശാസ്ത്രങ്ങളെ വിദ്യാർത്ഥികളിലൂടെ പ്രമോട്ട് ചെയ്യുക വഴി കടുത്ത നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് അധ്യാപകർ ചെയ്തതെന്നും വിദ്യാർത്ഥികളെ വിദ്വേഷത്തിൽ നിന്നും അകറ്റി നടത്തേണ്ടവർ പോലും സർക്കാർ ശമ്പളം കൈപ്പറ്റി ഇത്തരം വിധ്വംസക നടപടികളിൽ ഏർപ്പെടുന്നത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും വിദ്യാലയങ്ങൾ പഠിപ്പിക്കാനുമുള്ള ഇടം മാത്രമാകണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കാനഡയിലേക്ക് വരുന്നവർ സന്ദർശക വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഫെഡറൽ ഗവൺമെന്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ സന്ദർശക വിസയിലെത്തി നിയമവിരുദ്ധ താമസക്കാരാകുന്നതും സുരക്ഷാ സേനയുടെ കണ്ണുവെട്ടിച്ച് അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ മുൻപത്തേയും കാൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇവരിൽ മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാർ ആണെന്നതും ഭാവിയിൽ ഇന്ത്യൻ വിസ അപേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും മില്ലർ കൂട്ടിച്ചേർത്തു. പാരിസ്ഥിതിക വെല്ലുവിളികളെ തമസ്കരിക്കാതെ തന്നെ ഹൈവേ 413 പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഓന്റാരിയോ പ്രീമിയർ ഡഗ്ഫോർഡ് ഹൈവേയെക്കുറിച്ചുള്ള പാരിസ്ഥിതിക ആശങ്കകൾ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ടെന്നും ടൊറന്റോ ഏരിയ ഹൈവേ വികസന പദ്ധതി മുന്നോട്ടു പോകണമെന്നും ഓന്റാരിയോയുടെ പ്രീമിയർ പ്രത്യാശ പ്രകടിപ്പിച്ചു. 2007 പദ്ധതി വിഭാവനം ചെയ്ത നാൾ മുതൽ ഇന്ന് വരെ നേരിടുന്ന പാരിസ്ഥിതികവാദികളുടെ ആശങ്കകൾ കണക്കിലെടുത്തു തന്നെ ഹൈവേ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഫോർഡ് പറഞ്ഞു. അത്യാഗ്രഹികളായ വീട്ടുടമസ്ഥരിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രാംപ്ടൺ നിവാസികൾ ഞായറാഴ്ച സിറ്റി ഹാളിന് മുന്നിൽ റാലി നടത്തി. ധനമോഹികളായ ചില വീട്ടുടമസ്ഥർ ഒട്ടും സുരക്ഷിതമല്ലാത്ത താമസ സ്ഥലങ്ങൾ വാടകയ്ക്ക് നൽകുക വഴി താമസിക്കുന്നവരെയും പരിസരവാസികളെയും ഒരേപോലെ അപകടത്തിലേക്ക് തള്ളിവിടുന്നതായി പ്രകടനക്കാർ വ്യക്തമാക്കി. ഒരു വീട്ടിൽ 20 അതിലധികവും വിദ്യാർത്ഥികളെയൊക്കെ യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ പാർപ്പിക്കുന്ന ഭൂവുടമകൾ ഇപ്പോഴുമുണ്ടെന്നും തീപിടുത്തം പോലെ അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ യാതൊരു സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാത്ത ഇത്തരം താമസ സ്ഥലങ്ങൾ സർക്കാർ ഇടപെട്ട് റദ്ദ് ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉയർത്തി ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം. സൈനിക നീക്കത്തിന് സമാനമായാണ് ലബനന് എതിരായ സൈനിക നടപടിയെന്ന സൂചനകൾക്കിടെയാണ് സംഘർഷഭീതി ശക്തമാക്കുന്നത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നത്. തിങ്കളാഴ്ച നടന്ന വ്യാപകമായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 500-നോടടുത്തു. ഇതുവരെ 558 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 20 വർഷത്തിനിടെ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വിനാശകരമായ ആക്രമണമാണ് തിങ്കളാഴ്ച നടന്നത് എന്നാണ് റിപ്പോർട്ട്. 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്ന ഇടങ്ങളെന്ന പേരിലാണ് ലെബനനിലെ 100ഓളം ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ലൈംഗിക പീഡന പരാതിയിൽ MLA-യും നടനുമായ എം മുകേഷ് അറസ്റ്റിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിൽ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. അതിനിടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. യുവനടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് നടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ബലാത്സംഗ കുറ്റമടക്കം വകുപ്പുകൾ ചേർത്ത് നടനെതിരെ കേസെടുത്തത്. സിദ്ദിഖിനെതിരെ ചില തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.